ഏതൊരു ഫിലിം മേക്കറിൻ്റെ ഡ്രീമാണല്ലോ നമ്മളത് തിയേറ്ററിൽ ഇറക്കി അത് നമ്മുടെ ക്രൂ കാണുമ്പോഴും നമുക്ക് എപ്പോഴും ആ ഒരു കറക്റ്റായിട്ടുള്ള റിവ്യൂ കിട്ടണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ തിയേറ്ററിൽ കണ്ടിറങ്ങി പ്രേക്ഷക പ്രതികരണം അറിഞ്ഞപ്പോഴുള്ള ഫീൽ എങ്ങനെയുണ്ട്? അതാണ് നമ്മളിത് എത്ര തവണ കണ്ടു നമുക്ക് തന്നെ അറിയില്ല. പക്ഷേ ഈ ഒരു പ്രേക്ഷകരുടെ നിറഞ്ഞ സദസ്സിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീല് അതൊരു വേറെ തന്നെ ഒരു ഫീലാണ്. നല്ല സന്തോഷത്തിൽ എല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തൊരു വർക്ക് എല്ലാവരും ഏറ്റെടുക്കുമെന്ന് അറിയുമ്പോൾ അവർക്കത് നമ്മൾ ഉദ്ദേശിച്ച ഫീലിങ്സ് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ നല്ല സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പല ഡ്രാമാറ്റിക് അല്ലെങ്കിൽ ഓവർ ഡ്രാമാറ്റിക് ആകാവുന്ന സീനുകൾ കൂടി അത് വളരെ നാച്ചുറലി വരുന്ന ആ ഒരു കൈയടക്കം അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ എത്രത്തോളം അതിൽ റൈറ്ററിൻ്റെ ഉണ്ട്, താങ്കളുടെ ഇൻപുട്ട് എത്രത്തോളം ഉണ്ട് അതിനകത്ത്? അല്ല, അതാണ് ഇതൊരു ചെറിയ സ്റ്റോറി ലൈനാണ്. അത് നരേഷനിൽ ശ്രദ്ധിക്കണമെന്നുണ്ടായിരുന്നു. ഒന്ന് പാളിയാൽ അങ്ങോട്ടും ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ സേഫ് ലൈനിങ് ആണ്. ഒരുപാട് പുതിയ താരങ്ങൾ, പുതിയ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ഒരുപാട് ഡയലോഗ്സ് കൊടുത്തിരുന്നു. ആ സാറ് അത് എത്ര ധൈര്യത്തോടുകൂടി ചെയ്തിരിക്കുന്നു, വളരെ ഭംഗിയായിട്ട് എന്താ പറയുക, നല്ല റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന കുറേ കാസ്റ്റിംഗ് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കണ്ണൂർ, തലശ്ശേരി അവിടെ തന്നെയാണ് ആ ലാംഗ്വേജും പറയുന്ന അതിന് വേണ്ടിയിട്ടായിട്ട് ഓഡീഷൻ വെച്ച് എടുത്തതായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചും കൂടെ നാച്ചുറലായിട്ട് തോന്നുന്നത്. ശരിക്കും അതിലെ ഫ്രെയിംസ് ഒക്കെ സാറിന്റെ സജഷൻ തന്നെയാണ് തോന്നുന്നത്. സൂപ്പറായിട്ട് ഫ്രെയിംസ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രെയിംസ് പുതിയ ക്യാമറമാനാണ്, മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ക്യാമറമാനാണ്. അപ്പം ശശിയുടെ എന്താ പറയുക, അതൊരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയിലാണ് എല്ലാം നടന്നത്. പ്രൊഡ്യൂസറായാലും റൈറ്ററായാലും എല്ലാം ഒരു കൂട്ടായ്മയിലാണ്. എന്തായാലും മൂവി പ്രതീക്ഷിച്ചതിൽ അപ്പുറമുണ്ട്. ഹൈപ്പൊന്നും കൊടുക്കാതെ തന്നെ, തള്ളലൊന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ ഈ ഒരു റിയാലിറ്റി നമ്മൾ എത്ര തല്ലിയാലും അവിടെ വരെ ഉണ്ടാവുള്ളൂ. ബാക്കി പ്രേക്ഷകരാണ് ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ടാണ് തള്ളിയിട്ട് കാര്യമില്ലല്ലോ. അർജുൻ അശോകനിലേക്കുള്ള കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? ഇയാളാണ് ഈ കഥാപാത്രത്തിന് ആക്ട് എന്ന് തോന്നിയത് എങ്ങനെയായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ ഒരു അയലത്തെ വീട്ടിലെ പയ്യൻ ഇമേജുള്ള ഒരാളെയാണ് നോക്കിയത്. ആ സമയത്ത് അർജുനെ കോൺടാക്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഞങ്ങളിതൊരു വഴി സൗഹൃദത്തിൽ വലയത്തുള്ളതാണ്. സാറെ കേട്ടു, ജസ്റ്റ് പറഞ്ഞു, കക്ഷി ഫസ്റ്റ് ഓക്കെ പറഞ്ഞു. അതെ, അർജുൻ അശോകൻ്റെ കണ്ണൂർ ഡിക്ഷനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അർജുൻ അശോകൻ മുൻപും മലബാർ ബേസ്ഡ് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ ശരിക്കും ശ്രദ്ധയുണ്ടായിരുന്നില്ലേ? അതായത് ആ ഏരിയയിൽ മലബാറിൽ നിന്ന് അല്ലാത്ത ആക്ടേഴ്സ് കൂടി ആ സ്ലാങ്ങിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഉണ്ടായിരുന്നു. ആദ്യം കഥ പറയുമ്പോൾ തന്നെ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ അർജുൻ പറഞ്ഞു എൻ്റെ അടുത്ത 2-3 കൂടെ ഓൾറെഡി അവിടെയാണ്, അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാമെന്ന് പറഞ്ഞു. അതും അതിന് മുന്നേ വന്ന ചാവേറ്, പ്രണയവിലാസം ഒക്കെ ആ ലാംഗ്വേജാണ്. അപ്പോൾ അതും പണി ചെയ്തിട്ടുണ്ട്. അർജുൻ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.